സർക്കാരിനെതിരെയുള്ള പ്രചരണങ്ങൾ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ആരോപണങ്ങളും ജനങ്ങളെ ബാധിക്കുന്നുണ്ടോ? എന്തായിരിക്കാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിധി? 2019 ആവർത്തിക്കുമോ? ജനങ്ങൾ UDFന് ഒപ്പം നിൽക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ആയുധമാക്കുന്നത് സംസ്ഥാന സർക്കാരിന് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ആളിക്കത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ നടക്കുന്നുമുണ്ട്. പക്ഷേ എന്നാൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ട് എന്നതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. അതേസമയം തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങൾ LDFന് ഒപ്പമാണ് എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങൾ LDFന് ഒപ്പം തന്നെയാണോ? ജനങ്ങൾ LDFന് ഒപ്പം തന്നെയാണ് എന്ന് സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കുറച്ച് നാളുകൾക്ക് മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. LDFന് മികച്ച മുന്നേറ്റം തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഒരുപാട് സീറ്റുകൾ പിടിച്ചെടുക്കാനായിട്ട് ആ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. എന്നാൽ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇക്കുറി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നൽകുന്ന സൂചന എന്നാണ് ഇപ്പോൾ ഗോവ ഗവർണറും അതുപോലെ തന്നെ BJPയുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള PS ശ്രീധരൻപിള്ള പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാ മുന്നണികളും അവരവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റു മുന്നണികളെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കുറവുകളെ ആളിക്കത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്, അല്ലെങ്കിൽ പ്രചരണമെല്ലാം തന്നെ കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ BJPയുടെ ഒരു മുതിർന്ന നേതാവ് മുന്നോട്ട് വന്ന് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ LDFന് ഒപ്പമാണ് എന്ന്. അദ്ദേഹം നിസ്സംശയം പറയുന്നത് ഇതേ തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ അത് LDF, അതായത് ഇനി വരാനിരിക്കുന്ന 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങളുടെ തീരുമാനം, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെയാണെങ്കിലും അല്ലെങ്കിൽ പ്രചരണങ്ങളെയാണെങ്കിലും ആരോപണങ്ങളെ ആണെങ്കിലും അവയെല്ലാം തന്നെ എങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് എന്നാണ് ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് ആദ്യമായല്ല BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും LDFന് അനുകൂല സാഹചര്യത്തെ പറ്റിയുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ രാജഗോപാലാണ് ഇതിനെപ്പറ്റി വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് കേരളത്തിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും സ്വർണ്ണക്കടത്ത് പോലുള്ള വാർത്തകൾക്ക് പുറകെ പോയ സാഹചര്യത്തിൽ LDF സർക്കാർ ചെയ്തത് ജനങ്ങളുടെ കൂടെ അവരുടെ വികസനത്തിന്റെ കൂടെ നിന്നു എന്നതാണ്. വികസനത്തിന്റെ കൂടെ നിന്ന സർക്കാരിന്റെ നേട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു പിണറായി സർക്കാർ രൂപീകൃതമാകാനുള്ള കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം. ഒരർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു രാഷ്ട്രീയ കാറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം തന്നെ തീർത്തും വിഭിന്നമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതേ സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിലെ രാഷ്ട്രീയം, എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയം എന്നെല്ലാം തന്നെ, അല്ലെങ്കിൽ എന്താണ് ആ രാഷ്ട്രീയ സാഹചര്യം എന്നെല്ലാം തന്നെ കറകളഞ്ഞുകൊണ്ട് മറ്റ് യാതൊരു തരത്തിലുള്ള കളങ്കവുമില്ലാതെ പറഞ്ഞു വെക്കുകയാണ് രണ്ട് BJP മുതിർന്ന നേതാക്കൾ എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യം. അത്തരമൊരു എതിർ പാർട്ടിയിൽ നിന്നും ഉള്ള ഒരു വ്യക്തി തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ സർക്കാരിന് അഭിമാനിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് അഭിമാനിക്കാവുന്നതാണ് തങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് എന്ന്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള സർക്കാർ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതേ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഊതിക്കത്തിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇതേ സാമ്പത്തിക പ്രതിസന്ധി തന്നെ എങ്ങനെയാണോ പ്രതിപക്ഷം മുതലെടുക്കാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ, അതായത് പ്രതിപക്ഷ ശബ്ദമായി നിന്നുകൊണ്ട് ചില മാധ്യമങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം തന്നെ അത്തരം ഒരു വാർത്തയ്ക്ക് മുന്നിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കടത്ത് വിവാദമാണെങ്കിലും അല്ലെങ്കിൽ മറ്റെല്ലാ വാർത്തകളും സർക്കാരിനെതിരെയുള്ള എല്ലാ വാർത്തകളും ഇവിടെ കൊടുമ്പിരി കൊണ്ടിരുന്നത്, ആ സമയത്ത് എന്താണോ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട്, ആ സമയത്ത് എന്താണോ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട്, അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇവിടെ ഈ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിലും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ അന്ന് എങ്ങനെയാണോ സംസ്ഥാന സർക്കാർ നിന്നിട്ടുണ്ടായിരുന്നത്, തങ്ങൾക്കെതിരെയുള്ള എന്ത് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും, തങ്ങൾക്കെതിരെ ആരെല്ലാം തന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ തങ്ങൾ ചെയ്തിരിക്കും എന്നുള്ളൊരു മുന്നേറ്റമായിരുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു ദൃഢനിശ്ചയം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ സർക്കാരിനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ പ്രതിപക്ഷം
വളരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സർക്കാരിന്റെ ദൂർത്താണ് എന്ന് പറയുന്നുണ്ട്. സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ തോതിൽ ഒട്ടും തന്നെ കുറവില്ലാതെ മാധ്യമങ്ങളും വാർത്തകൾ നൽകുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ എന്താണോ തങ്ങളുടെ കർത്തവ്യം ആ കർത്തവ്യത്തിൽ തന്നെ വ്യാപൃതരായി നിൽക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാർ നടത്തിയ കേരളീയമാണെങ്കിലും നവകേരള സദസ്സാണെങ്കിലും. കേരളത്തിനെതിരെയാണെങ്കിലും നവകേരള സദസ്സിനെതിരെയാണെങ്കിലും വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നാനാഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ വകവയ്ക്കാതെ തന്നെയായിരുന്നു സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ നവകേരള സദസ്സിൽ പോലും നവകേരള സദസ് യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഉണ്ടായ പ്രക്ഷോഭങ്ങളെയും കലാപങ്ങളെയും ഒന്നും തന്നെ സർക്കാർ എല്ലാം തന്നെ നിസ്സാരമായി എടുത്തുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ ഒരു സ്വാഭാവിക ജനാധിപത്യ സർക്കാരിന്റെ ഭാഗമാണ് എന്ന് തന്നെ ഒരു വിലയിരുത്തലോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷവും ഇപ്പോഴും കേരളം ദൂർത്ത് തന്നെയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ കേരളം വീണ്ടും ഡൽഹിയിൽ പോയിരുന്നു. ജന്തർ മന്ദറിൽ പോയി പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. കേന്ദ്രവിഹിതം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതിഷേധം ഫലം കണ്ടു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ പ്രതിഷേധത്തിൽ കേരളത്തിന്റെ കൂടെ അണിനിരുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും അണിനിരുന്നു, മറ്റെല്ലാ ദേശീയ നേതാക്കളും അണിനിരുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഒരുപക്ഷത്തെ കനലൊരു തരി എന്ന് പറയുന്ന കേരളത്തിലെ ഇട്ടവട്ടത്തിലുള്ള CPM എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തന്നെ ഒരു വലിയ ഒരു നേട്ടമായി തന്നെ കാണാം. അത് കേരളം തന്നെ ഒരു മുന്നോട്ട് വന്ന് നയിച്ച ഒരു പ്രതിഷേധമായിരുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്ന് തന്നെ അത് എടുത്തു പറയാനുള്ള കാരണവും. അവിടെയും പ്രതിപക്ഷത്തിന്റെ അജണ്ടകൾ പാളിപ്പോയിട്ടുണ്ട്, അവിടെയും മാധ്യമങ്ങളുടെ അജണ്ടകൾ പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീധരൻ പിള്ള പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളൊന്നും തന്നെ പാളിപ്പോകുന്നില്ല. അതെല്ലാം തന്നെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണത്തോടുകൂടി തന്നെ സൂക്ഷ്മമായ നിരീക്ഷണത്തോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരു കാര്യം സത്യമാണ്, കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ LDF സർക്കാരിന് ഒപ്പമാണ് എന്ന്. അതേസമയം തന്നെ അദ്ദേഹം ഇതിനൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് സമകാലിക മലയാളം എന്ന് പറയുന്ന ഒരു വാരികയിലാണ്. ആ വാരിക നടത്തിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം വിശദമായി തന്നെ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം എന്നെല്ലാം തന്നെ വിശകലനം ചെയ്യുന്നത്. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയാണ് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാകുമ്പോൾ ഒരുപക്ഷെ അതിനെല്ലാം തന്നെ ഒരുപാട് മുൻപേ തന്നെ BJPയുടെ ഗ്രൗണ്ട് വർക്കുകൾ യഥാർത്ഥത്തിൽ പ്രചരണത്തിന് എന്താണോ തങ്ങളുടെ ഇത്തവണത്തെ പ്രചരണ തന്ത്രം എന്നുള്ള ഗ്രൗണ്ട് വർക്കുകളും എല്ലാം തന്നെ ആരംഭിക്കുകയും എന്താണ് ആ സ്ഥലത്തിന്റെ ആ പ്രദേശത്തിന്റെ സവിശേഷത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതറിഞ്ഞുകൊണ്ട് തന്നെ പെരുമാറുന്ന രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ BJPയാണ്. പക്ഷേ ഇവിടെ CPMന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അത്തരമൊരു മുൻകൂട്ടിയുള്ള പ്രചരണങ്ങളോ തന്ത്രങ്ങളോ ആവിഷ്കരിക്കുകയോ ഒന്നും തന്നെ നടന്നു കാണില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ CPMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു നീക്കങ്ങളോ മുന്നൊരുക്കങ്ങളോ ഒന്നും തന്നെ കാണലില്ല. പക്ഷേ എന്താണോ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്തെ സമകാലിക സംഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആ സമകാലിക സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വോട്ടായി മിന്നി മറയുന്നത്. 2019 ആവർത്തിക്കുമെന്ന് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഒറ്റുത്തരമേ ഉള്ളൂ. 2019 രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ കേരളത്തിലേതെന്ന് UDFന്റെ പോലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പോലും രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള സുനിൽ കനകോല് പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പോലും ഒരു ഈസി വാക്കോടായിരിക്കില്ല. കോൺഗ്രസിനെ 2019 പോലെ വിജയിച്ച് കയറാനാകുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല 2024 എത്തുമ്പോഴെന്ന് അദ്ദേഹം പോലും പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് 2019 ആ രാഹുൽ ഗാന്ധി തരംഗം അല്ലെങ്കിൽ രാഹുൽ തരംഗം എന്ന് പറയുന്ന ആ തരംഗമില്ല, അതുപോലെ തന്നെ ശബരിമല എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം ഇപ്പോഴില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആകെയുള്ള വിവാദം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ശമ്പളമില്ല, പെൻഷനില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊരർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് അക്കാര്യം ജനങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ യഥാർത്ഥത്തിൽ നവകേരള സദസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. നവകേരള സദസ് എന്ന പരിപാടിയിലൂടെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള ഒരു വികാരം കൂടി ഊട്ടിയുറപ്പിക്കാനായിട്ടും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കേരളത്തിന് വലിയ സീറ്റുകളെല്ലാം തന്നെ അല്ലെങ്കിൽ അത്തരം ഒരു സീറ്റ് വലിയൊരു വിജയം തന്നെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആ ഫലങ്ങൾ വെച്ച് ഒരു താരതമ്യ പഠനം നടത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടമാവുകയും അതേസമയം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടമായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ സീറ്റുകൾ കൂടി അല്ലെങ്കിൽ BJPയുടെ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അവിടെ ഉയർന്നു വരുന്ന കാര്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതെല്ലാം തന്നെ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ അടിത്തറ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ LDFന്റെ
കെട്ടുറപ്പ് അല്ലെങ്കിൽ LDF-ന്റെ തറ പാകി കഴിഞ്ഞു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ശ്രീധരൻപിള്ള പറഞ്ഞു വെക്കുന്നത് ശരി തന്നെയാണ്. അതുപോലെ തന്നെ BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, പാർട്ടി ഏതാണെങ്കിലും വസ്തുത തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അത്തരം ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് എന്ന് തന്നെയാണെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പാർട്ടിയോ മുന്നണിയോ മറ്റെന്തെങ്കിലും ആയതുകൊണ്ട് ഇനി ഈ ചർച്ചകളെല്ലാം തന്നെ ഏത് അളവിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുള്ളൊരു ചോദ്യവും അവിടെ ഏറെ പ്രസക്തമാണ്. കാരണം അദ്ദേഹം നയിക്കുന്നത് ഒരു NDA അല്ലെങ്കിൽ BJP-യെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഒരു ഗോവയുടെ ഗവർണർ കൂടിയാണ് എന്നുള്ള വലിയൊരു സവിശേഷത കൂടിയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഈ നിരീക്ഷണം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്.